മാത്സിലേക്ക് സ്വാഗതം. നമുക്ക് PSCയുടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്തമാറ്റിക്സിലെ കുറച്ച് ടോപ്പിക്കുകൾ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും, ഓപ്പൺ ആയിരിക്കത്തില്ല. 3 വശമോ അതിൽ കൂടുതലോ ഉള്ള ക്ലോസ്ഡ് ഫിഗറിനെ, തുറന്നല്ലാത്ത അടഞ്ഞ ഫിഗറിനെ നമ്മൾ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നു. ബഹുഭുജത്തെ പറ്റി സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക n-2 × 180 ആണ്. അതായത് 5 വശങ്ങളാണെങ്കിൽ 5 - 2 × 180. 3 വികർണങ്ങളുടെ എണ്ണം ചോദിക്കാറുണ്ട്. ഒരു പഞ്ചഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം, പഞ്ചഭുജം എന്ന് പറയുമ്പോൾ 5 വശങ്ങൾ, അതായത് 5 × 5 - 3/2. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. വികർണങ്ങളുടെ ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല n × n-3/2. ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ ആകെത്തുക 360 ഡിഗ്രി ആയിരിക്കും. ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ ആകെത്തുക 360 ഡിഗ്രി ആയിരിക്കും. ഒരു മൂലയിലെ ആന്തരകോണിൻ്റെയും അതിൻ്റെ ബാഹ്യകോണിൻ്റെയും തുക എപ്പോഴും 180 ഡിഗ്രിയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബഹുഭുജം എന്ന് പറഞ്ഞാൽ 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗർ, അതായത് അടഞ്ഞത്, ഓപ്പൺ അല്ല, അങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക n-2 × 180. വികർണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് n × n-3/2. ആ ഫോർമുല ഓർത്തിരിക്കുക. ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ ആകെത്തുക എപ്പോഴും 300, ഏത് ബഹുഭുജമായാലും എല്ലാ ബഹുഭുജത്തിനും ഇത് ബാധകമാണ്, 360 ഡിഗ്രിയാണ്. ഒരു ബഹുഭുജത്തിൻ്റെ ഒരു മൂലയിലെ ആന്തരകോണിൻ്റെയും അതിൻ്റെ ബാഹ്യകോണിൻ്റെയും തുക 180 ഡിഗ്രിയാണ്. ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല n × n-3/2. അതായത് അഷ്ടഭുജത്തിന് എത്ര വികർണങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അഷ്ടഭുജത്തിന് എത്ര വശമുണ്ട്? അഷ്ടഭുജത്തിന് 8. അപ്പോൾ 8 n × n-3/2 ആണ് വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല. 8 × 8 - 3/2, അതായത് 8 × 5/2. 2 ഇട്ടൂടെ കട്ടാക്കാം. 4 × 5 20 ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല, ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല n × n-3/2 ആണെന്ന് പഠിച്ചു വെക്കുക. ഇവിടെ ഒരു സമബഹുഭുജത്തിൻ്റെ പുറംകോണിൻ്റെ 5 മടങ്ങാണ് ആന്തരകോൺ, ബാഹ്യകോണിൻ്റെ 5 മടങ്ങാണ് ആന്തരകോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു? പുറംകോണിൻ്റെ 5 മടങ്ങ്. അപ്പം ബാഹ്യകോൺ പുറംകോണിനെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു? അതിനെ x എന്ന് എടുക്കുക. അപ്പോൾ ആന്തരകോൺ എന്ന് പറയുമ്പോൾ 5 മടങ്ങായതുകൊണ്ട് 5 × x, 5x വരും. അതായത് ബാഹ്യകോണും ആന്തരകോണും കൂടെ കൂട്ടുന്നത് 180 നമുക്കറിയാം. 5x-ഉം x-ഉം കൂടെ കൂട്ടിയാൽ 180, അതായത് 6x = 180. x = 180, കൂടെ കിടക്കുന്ന 6 ഇട്ട് ഹരിക്കുന്നു, 30 ഡിഗ്രി. അപ്പോൾ ഒരു ബാഹ്യകോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വശം കാണാൻ എന്ത് ചെയ്താൽ മതി? n = 360 / ഒരു ബാഹ്യകോണിൻ്റെ അളവ്, അതായത് നമുക്ക് 12 കിട്ടും. അപ്പോൾ എത്ര വശങ്ങളുണ്ടെന്ന ചോദ്യം? 12 വശങ്ങൾ. അതിനെന്ത് ചെയ്യണം? എന്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ x എന്ന് എടുക്കുക. ആന്തരകോണം എന്ന് പറഞ്ഞാൽ x-ൻ്റെ 5 മടങ്ങ് തന്നിട്ടുണ്ട്, 5 × x, 5x. ബാഹ്യകോണും ആന്തരകോണും കൂടെ കൂട്ടുന്നത് 180 ഡിഗ്രിയാണ് ഒരു ബഹുഭുജത്തിൻ്റെ, സമബഹുഭുജത്തിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. 6x = 5x-ഉം 1x കൂടെ കൂട്ടിയ 6x 180, x-ൻ്റെ വില 180/6, 30 ഡിഗ്രി. അപ്പോൾ ഒരു ബാഹ്യകോൺ കിട്ടിക്കഴിഞ്ഞാൽ ആകെ ഉള്ളതിന് 360-നെ ഒരു ബാഹ്യകോണിൻ്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ വശങ്ങൾ കിട്ടും. n = 360 / ഒരു ബാഹ്യകോൺ, അതായത് 30 ഡിഗ്രി. നമ്മൾ x കണ്ടുപിടിച്ചു. 12 വശങ്ങളുണ്ട്. 10 വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണുക. അതായത് വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല n × n-3/2. ആ ഫോർമുല കാണാൻ പഠിക്കും. ഇവിടെ 10 ആണ്, 10 വശങ്ങളാണ്, n 10 ആണ്. 10 × 10 - 3/2, 10 × 10 - 3 7/2, അതായത് 35 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ ഫോർമുല പഠിച്ചിരിക്കുക. വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല, ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല n × n-3/2. കോണുകളുടെ തുക കാണാൻ n-2 × 180. അങ്ങനെയുള്ള ഫോർമുലകൾ ബൈഹാർട്ടാക്കി വെക്കുക. 10 വശങ്ങളുടെ ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം, വശം എത്ര ആണോ തന്നെ, അതായത് n അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് n × n-3/2. 10 × 10 - 3/2, 10 × 7/2, 70/2, 35. ഓപ്ഷൻ സി ആണ് ഉത്തരം. സമബഹുഭുജം, ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശവും എല്ലാ കോണുകളും തുല്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ സമബഹുഭുജം എന്ന് വിളിക്കുന്നു.
n വശങ്ങളുള്ള സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോൺ കാണണമെങ്കിൽ 360നെ n കൊണ്ട് ഹരിച്ചാൽ മതി. ബാഹ്യകോണം n വശങ്ങളുള്ള സമബഹുഭുജത്തിൻ്റെ ഒരു ബാഹ്യകോൺ കാണണമെങ്കിൽ 360നെ n കൊണ്ട് ഹരിച്ചാൽ മതി. വശങ്ങളുടെ എണ്ണം കാണാൻ 360നെ ബാഹ്യകോൺ വെച്ച് ഹരിച്ചാൽ മതി. ഒരു ബാഹ്യകോണം തന്നിട്ട് വശങ്ങളുടെ എണ്ണം എത്ര വശങ്ങളുണ്ട് ആ ബഹുഭുജത്തിനും സമബഹുഭുജത്തിനും എന്ന് ചോദിച്ചാൽ 360 ബാഹ്യകോണ്. അതായത് ഒരു ആന്തരകോൺ തന്നിട്ട് ബാഹ്യകോൺ തന്നിട്ട് ആന്തരകോൺ ചോദിച്ചാൽ 180 നിന്ന് ബാഹ്യകോൺ കുറച്ചാൽ തിരിച്ചു. ബാഹ്യകോൺ തന്നിട്ട് ആന്തരകോൺ ചോദിച്ചാൽ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് വരുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശവും എല്ലാ കോണുകളും തുല്യമായാൽ അതിനെ സമബഹുഭുജം എന്ന് പറയുന്നു. n വശങ്ങളുള്ള സമബഹുഭുജത്തിൻ്റെ ഒരു ബാഹ്യകോൺ ചോദിച്ചാൽ 360 / n. വശങ്ങളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ 360 ഒരു ബാഹ്യകോണും തന്നിരിക്കും. 360 ബാഹ്യകോണ്. ആന്തരകോണ് കണ്ടുപിടിക്കാൻ ബാഹ്യകോൺ തന്നിട്ട് ആന്തരകോൺ കണ്ടുപിടിക്കാൻ പറയാം 180 എന്ന് കുറച്ചാൽ തിരിച്ച്. ആന്തരകോൺ തന്നിട്ട് അതിൻ്റെ ബാഹ്യകോൺ കാണാൻ പറയാം 180 നിന്ന് ആന്തരകോൺ കുറച്ചാൽ മതി. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക ബാഹ്യകോണുകളുടെ തുകയുടെ 2 മടങ്ങ്. ആന്തരകോണുകളുടെ തുക കാണാനുള്ള ഫോർമുല ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ആണ്. n-2 × 180. ബാഹ്യകോണുകളുടെ തുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബഹുഭുജത്തിൻ്റെ ഏത് ബഹുഭുജമാണെങ്കിലും ബാഹ്യകോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. ഇനി അവർ തന്നേക്കുന്ന എന്തുവാന്ന് നോക്കാം. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക ബാഹ്യകോണുകളുടെ തുകയുടെ 2 മടങ്ങ്. ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 എന്ന് പറയുന്നത് ബാഹ്യകോണുകളുടെ തുക എത്ര? 360ൻ്റെ 2 മടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആന്തരകോണുകളുടെ തുക n-2 × 180, ബാഹ്യകോണുകളുടെ തുക 360ൻ്റെ 2 മടങ്ങ് എന്നാണ് ചോദ്യത്തിൽ തന്നേക്കുന്നത്. ആന്തരകോണുകളുടെ തുക ബാഹ്യകോണിൻ്റെ 2 മടങ്ങ്, അതായത് 360ൻ്റെ 2 മടങ്ങ്, 360 × 2. അപ്പോൾ n-2 = 360 × 2 കൂടെ കിടക്കുന്ന 180 വെച്ച് ഹരിക്കുക. n-2 = 4. 2 × 2 4. n = 4 + 2. ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ 6 വശങ്ങളുള്ളതിന് നമ്മൾ എന്താ പറയുക? ഷഡ്ഭുജം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക ബാഹ്യകോണുകളുടെ തുകയുടെ 2 മടങ്ങാന്ന് തന്നിട്ടുണ്ട്. ആന്തരകോണുകളുടെ തുക കാണാനുള്ള ഫോർമുല n-2 × 180 ആണ്. ഏത് ബഹുഭുജത്തിൻ്റെ ആയാലും. അപ്പോൾ n-2 × 180 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ബാഹ്യകോണുകളുടെ തുക എത്രയാണെന്ന് നമുക്കറിയാം. ഏത് ബഹുഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ തുക 360 അതിൻ്റെ 2 മടങ്ങ്. n-2 × 180 ആണ് ആന്തരകോണുകളുടെ തുക. അതെന്ന് പറയുന്നത് 360 ബാഹ്യകോണുകളുടെ തുകയുടെ 2 മടങ്ങ്. 360ൻ്റെ 2 മടങ്ങ്. n-2 × 180 360 × 2. അപ്പോൾ n-2 കാണാൻ ഈ 180 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കണം. അതായത് n-2 ഇത് കട്ട് ചെയ്യുമ്പോൾ 2 × 2 4. n = 4 + 2 6 വശങ്ങളുള്ള ബഹുഭുജത്തിന് ഷഡ്ഭുജം എന്നാണ് പറയുന്നത്. 6 വശമുള്ളത് ഹെക്സഗൺ. ഓപ്ഷൻ എ ആണ് ഉത്തരം. സമബഹുഭുജം. ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശവും എല്ലാ കോണുകളും തുല്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ സമബഹുഭുജം എന്ന് വിളിക്കുന്നു. n വശങ്ങളുള്ള സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോൺ കാണണമെങ്കിൽ 360നെ n കൊണ്ട് ഹരിച്ചാൽ മതി. ബാഹ്യകോണം. n വശങ്ങളുള്ള സമബഹുഭുജത്തിൻ്റെ ഒരു ബാഹ്യകോൺ കാണണമെങ്കിൽ 360നെ n കൊണ്ട് ഹരിച്ചാൽ മതി. വശങ്ങളുടെ എണ്ണം കാണാൻ 360നെ ബാഹ്യകോൺ വെച്ച് ഹരിച്ചാൽ മതി. ഒരു ബാഹ്യകോണം തന്നിട്ട് വശങ്ങളുടെ എണ്ണം എത്ര വശങ്ങളുണ്ട് ആ ബഹുഭുജത്തിനും സമബഹുഭുജത്തിനും എന്ന് ചോദിച്ചാൽ 360 ബാഹ്യകോണ്. അതായത് ഒരു ആന്തരകോൺ തന്നിട്ട് ബാഹ്യകോൺ തന്നിട്ട് ആന്തരകോൺ ചോദിച്ചാൽ 180 നിന്ന് ബാഹ്യകോൺ കുറച്ചാൽ തിരിച്ചു. ബാഹ്യകോൺ തന്നിട്ട് ആന്തരകോൺ ചോദിച്ചാൽ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് വരുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശവും എല്ലാ കോണുകളും തുല്യമായാൽ അതിനെ സമബഹുഭുജം എന്ന് പറയുന്നു. n വശങ്ങളുള്ള സമബഹുഭുജത്തിൻ്റെ ഒരു ബാഹ്യകോൺ ചോദിച്ചാൽ 360 / n. വശങ്ങളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ 360 ഒരു ബാഹ്യകോണും തന്നിരിക്കും. 360 ബാഹ്യകോണ്. ആന്തരകോണ് കണ്ടുപിടിക്കാൻ ബാഹ്യകോൺ തന്നിട്ട് ആന്തരകോൺ കണ്ടുപിടിക്കാൻ പറയാം 180 എന്ന് കുറച്ചാൽ തിരിച്ച്. ആന്തരകോൺ തന്നിട്ട് അതിൻ്റെ ബാഹ്യകോൺ കാണാൻ പറയാം 180 നിന്ന് ആന്തരകോൺ കുറച്ചാൽ മതി.